എന്റെ അളി നിധി തേടി പോക്കും പരിപാടിയൊക്കെ ഇവിടെ ഈ സമയത്ത് വർക്കൗട്ട് ആവുന്ന എനിക്കറിയില്ലടാ. അപ്പൊ കാർബൺ സിനിമയോ? എടാ അതൊരു നിധി തേടി പോക്ക് മാത്രമല്ലല്ലോ. എടാ ജോലി ഇല്ലാതെ നടക്കുന്ന വലിയ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. ഭയങ്കര മോട്ടിവേഷൻ അല്ലേ? എന്റെ അളി ഇതും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പറ്റും എന്ന് പറ. അപ്പൊ അങ്ങനെ അയാള് കുഴിവെട്ടി അവസാനം വെട്ടുമ്പോ ഒരു ശബ്ദം. എന്താണ് ശബ്ദം? വെട്ടുകൊണ്ടത് ഒരു പൊട്ടുകുറ്റിയലാണ്. അടിപൊളി. ഓ സോറി. ആ പൊട്ടുകുറ്റിയുടെ അകത്തുനിന്ന് നിധി എടുത്ത അയാള് കുഴിച്ചിടും വച്ചിട്ട് പോടാ. നിന്നോട് വാലുച്ചിയുടെ ഓർമ്മിക്കാൻ വന്നല്ലേ? അവന്ന് പോയേ. ഞാനൊരു ചായ ഇടാൻ പോവാ. നിനക്ക് ചായയോ കാപ്പിയോ? എടാ ഞാൻ വേറെന്തോ പറയാൻ വന്നല്ലോ. അവന്ന് പോയേ. ഓക്കെ എൻ്റെ അമ്മോ. ഞാൻ കണ്ടു. പോയേ. ഇവിടെ ഇരിക്കെ, നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് പോവാം. സാം, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? ഒരു ലഞ്ച് കഴിക്കാൻ എത്രയൊക്കെ ആലോചിക്കണോ? അല്ല, ഞാൻ വീട്ടിൽ ചെല്ലാൻ ഒരു ടൈം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഹ്, എപ്പോഴും ഒരു റോബോട്ട് പോലെ ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണോ? താൻ എന്തിനാ ഈ ജോലി എടുത്തത്? മനുഷ്യരെ കുറിച്ച് പഠിക്കാനല്ലേ? അതെ. ആ, അപ്പം ഞാനും ഒരു മനുഷ്യനാണ്. എന്നെക്കുറിച്ച് ഇരുന്നങ്ങ് പഠിക്കാം. ഓക്കെ, അവിടെ ഇരി. എൻ്റെ അമ്മോ, ഒരു ചിരി കണ്ടല്ലോ മുഖത്ത്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പരിപാടികൾ ഒപ്പിക്കും. പക്ഷെ തൻ്റെ അടുത്ത് ഇങ്ങനെ ഇറക്കുമെന്ന് ഞാൻ സത്യമായിട്ടും വിചാരിച്ചില്ല. എന്തായാലും നല്ല ബെസ്റ്റ് കൂട്ടുകാരികളാ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി അത് വിട്ടേക്കിട്ടോ. ഓക്കെ? സാധാരണ ഞാൻ അങ്ങനെ വിടാറില്ല. പിന്നെന്താ ചെയ്യാ? ഒന്നും ചെയ്തൊന്നുമില്ല. എനിക്ക് ആരോടെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ ഞാൻ അവരോട് സംസാരിക്കില്ല. അത്രേ ഉള്ളൂ. ഭയങ്കര സീരിയസ് ആണല്ലോ. സീരിയസ് ആയിട്ടൊന്നുമില്ല. ഓരോരുത്തർക്കും ഒരു രീതി ഉണ്ടാവുമല്ലോ. ഞാൻ ഇങ്ങനെയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ അമ്മോ, ഒരു കുഴപ്പമില്ല. വെറുതെ അല്ല നിങ്ങൾ രണ്ട് പേടിച്ചു പോയത്. പക്ഷേ അവളാൾ ഭയങ്കര വിറ്റ. സ്ഥിരമുള്ള പരിപാടിയായത്. ഇങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് കയ്യിൽ. നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്താലോ? ഓക്കെ. അല്ല സാം, അപ്പം ശരിക്കും സാമിന് ഗേൾ ഫ്രണ്ട് ഇല്ലേ? നോ. ഓ, അപ്പം അതാണല്ലേ അവരോട് അങ്ങനെ പറഞ്ഞേ. എനിക്ക് എന്ത് വേണേലും സാമിനോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. ആ ഡയലോഗ് എന്തായാലും പൊളിച്ചു. ഞാനൊരു പാസ്ത പറഞ്ഞാലോ എന്ന് ആലോചിക്കാം. സാമിനോ? ഞാൻ പറയാം. ഓക്കെ. എന്ത് ചെയ്യണേ? എന്താ കണ്ടിട്ട് തോന്നണേ? അല്ല, നീ ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചേ? നീ ചെയ്തരുമോ? ചോദിക്കണ്ടേ? അയ്യോ വേണ്ട. താഴത്ത് കുന്നുകൂടി കിടക്കണില്ലേ സ്വന്തം ഡ്രസ്സൊക്കെ? അതൊന്നും പോയി കഴുകിയിട്ടാ മതി. ചെയ്യണം. പക്ഷെ നല്ല മഴക്കാറുണ്ട്. ഇട്ടിട്ട് ഉണങ്ങിയില്ലെങ്കിൽ പണി കിട്ടും. മഴക്കാര്. ഇത് നിന്റെ ഡ്രസ്സാണോ? അതെ, കണ്ടിട്ടില്ലേ? ഇതെനിക്ക് പാകാവല്ലോ. നല്ല രസമുണ്ടല്ലോ. ഇത് എന്റെ സൈസ്, നിനക്ക് ബെസ്റ്റ് ആയിരിക്കും. അത് പറഞ്ഞപ്പോഴാ നീ നല്ല സ്ലിം ആയിട്ടാ. എന്ത്? എനിക്കൊന്നും തോന്നണില്ല. ഞാൻ കണ്ടല്ലേ. എടാ നിന്റെ ചെവിയുടെ അവിടെ എന്താ ഇരിക്കണേ? എന്താ ചെവിയിലെന്താ? അല്ല, കിളി പറന്നേ പൂച്ചി പൂച്ചി. എടാ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നേ, നമ്മളിപ്പോ ഇവിടെ ആക്ച്വലി ഭയങ്കര ഫ്രീ അല്ല. പണി വേണമെങ്കിൽ അപ്പൊ തരാം. അതല്ല കുരങ്ങേ, നീ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോ ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നു. നമുക്ക് രണ്ടുപേർക്കൊരു ജോലിയുണ്ട്. പിന്നെ ഇപ്പം ആരെയും പേടിക്കേണ്ട കാര്യമില്ല. സോ യുനോ, നമ്മളാ മാറ്റി വെച്ച സ്റ്റെപ്പിനെ കുറിച്ച് ചിന്തിച്ചൂടെ? ഞാനങ്ങനെ ആലോചിച്ചില്ല. ഞാൻ ആലോചിച്ചു. എല്ലാ ദിവസവും ആലോചിക്കും. യുനോ, കുറേ നാളായില്ലേ? കുറേ നാളായി. ആക്ച്വലി ഞാൻ ഓക്കെയാണ്. ആണോ? എടാ ഞാൻ നിനക്ക് ഇവിടെ മറ്റേ പ്രൈവസിയുടെ പ്രശ്നമൊക്കെ ഉണ്ടാവും വിചാരിച്ചിട്ടാണ് ഒരു സ്റ്റാർട്ടിങ് ഇടാതിരുന്നത്. ഇപ്പൊ കുഴപ്പമില്ലല്ലോ. റൂമിൽ ലക്കിയില്ല. ലക്കി വരുമ്പോ ലക്കിയോടും പറയണം. പിന്നെ ചേട്ടനോട് എന്തായാലും പറയണം. ഇതൊക്കെ ചേട്ടനോട് പറയൂ? ഇതെന്ത് കുടുംബം? ഞങ്ങളുടെ കുടുംബം അങ്ങനെയാ. പിന്നെ ചേട്ടന്റെ സമ്മതമില്ലാതെ ഞാൻ കല്യാണത്തിനൊന്നും സമ്മതിക്കില്ല. ഞാൻ ഇവിടെ ഇല്ല. പിന്നെ എന്തിന്റെ കുറവാ വിക്കുള്ളേ? കുറവ്
അത് തന്നെ കാര്യം. ആ സമയ അതെ, നേരത്തെ എന്തിനാ ഞാൻ വാതിലോർന്നപ്പോ എന്നെ ചവിട്ടി പുറത്താക്കിയ? ഞാൻ കാണാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ. എന്ന് വെച്ച് ഇപ്പൊ വേണ്ടല്ലോ. ഇപ്പൊ വേണമെങ്കിലോ? വീട് DIG ഉണ്ട് അവിടെ. അവനൊക്കെ പോയി. അയ്യേ, DIG കാണും. ഒന്ന് വീട് കാണില്ല, അവൻ പോയെന്ന്. അയ്യേ, ഒന്ന് പോവി. എവിടെ അവൻ? ഇത് നീ ഇപ്പ അലക്കിട്ട തുണിയാണോ? എന്നാ ഒന്നുകൂടി അലക്കിട്ട് വരാം. നീയല്ലോടാ സാംസൺ ജോർജ് അല്ലേ? അല്ല, അത് വേറെ ആളാ. ബെസ്റ്റ്. പിന്നെ നീ ആര്? വെള്ളാട്ട പോക്കറ വിൽക്കുന്ന? നല്ല ടെൻഷനിലാണല്ലോ. എന്താണ് കാര്യം പറ. എടാ, ഇനി കാര്യം പറയാൻ 4 വട്ടം ചോദിക്കണം. പറയടാ പറയടാ അഞ്ജുവിനെ എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. എന്ത്? പിന്നെ ആടാ, ഞാൻ നമ്മളെ മീറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. നീ എന്തിനാണ് അവളെ മീറ്റ് ചെയ്യാൻ പോയത്? അങ്ങനെയല്ല, അത് മറ്റേ ആ കഴിഞ്ഞ സീനിന് സോറി പറയാണ്ട് വിളിച്ചാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെറിയൊരു സീനിൽ കിട്ടി. ഉറപ്പാണ്. ഇനി എന്ത് ചെയ്യും? നിനക്കവളോട് എന്തെങ്കിലും? എനിക്കെന്ത്? പിന്നെന്താ പ്രശ്നം? എന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം സിനിമയ്ക്ക് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിനക്കെന്ന് ഉച്ചക്ക് ഡ്യൂട്ടി ഇല്ലേ? അതൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ലീവ് എടുത്തിട്ട് ചെല്ലണമെന്ന് എന്തോ പറയാനുള്ള പ്ലാനാണ്. അമ്പോ, ഇപ്പോഴേ ഇത്ര കൺട്രോളിങ്ങാ? അളിയാ, നിനക്ക് ഒരുപാട് ഡ്രീംസുകളാണ്, നീ മറക്കരുത്. ഒരു പെണ്ണ് ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ അവതാളത്തിലാവും. അപ്പോൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കാര്യം ഓർമ്മയില്ല നിനക്ക്? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. നീ പോയി സിനിമയ്ക്കൊന്നും കയറണ്ട. അതിന് മുമ്പ് എന്നെ പറ്റില്ല എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും. എന്ത് പറയും? അതിപ്പം നിനക്ക് വേറെ ലൈൻ ഉണ്ടെന്ന് പറ. ആരാന്ന് പറയും? എടാ, എന്തെങ്കിലും ഒരു പേര് പറടാ. എന്ത് പേര് പറയും? അമ്മിണി കുമ്പി എന്ന് പറ. എടാ, ഒരു പേര് പറയാറിനൂടെ? ഞാൻ ഈ കള്ളം പറയാൻ എൻ്റെ അത്ര ആയിട്ടില്ല. അതല്ലെങ്കിലും പ്രാക്ടീസ് ഇല്ലാതെ കള്ളം പറഞ്ഞാൽ ശരിയാവില്ല. നിനക്ക് ചൊവ്വാ ദോഷമാണെന്ന് പറ. ഞങ്ങളത് നോക്കാറില്ലടാ. കൊല്ല്. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാലോ? അത് മതി. നീ ഉള്ള കാര്യം പറ. നീ ബിസിയാണ്, നിനക്കൊരു ഡ്രീം ഉണ്ട്, പിന്നെ നിന്റെ മറ്റേ കോടീശ്വരനാവാനുള്ള അത്യാഗ്രഹം, അതൊക്കെ പറ. ശരിയാണല്ലോ. ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ പോരെ? ഇപ്പോഴാ മനസ്സിലായത്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിനക്ക് ടെൻഷനാണെങ്കിൽ സിനിമയ്ക്ക് വേണമെങ്കിൽ ഞാൻ പോയിട്ട് ഞാനാകുമ്പോൾ ഒരു നാക്കിൽ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ എളുപ്പമായിരിക്കും. അതാണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ആണോ? ഓക്കെ. ലാസ്റ്റത്തെ മാത്രം ഏറ്റില്ല. ഹലോ അഞ്ജു. ഇവിടെ എന്തോടാ നിനക്ക് മണിക്കൂർ വെച്ച് നമ്മളണ്ട? നേരത്തെ അവിടെ വെട്ടിക്കൊണ്ടിരുന്നത് കയ്യിലെ നഖം, ഇത് കാലിലെ നഖം. ഇവിടെ എന്നും പറഞ്ഞ് ഉമ്മറത്തിരുന്നാണോ നഖം വെട്ടുന്നത്? ഓ, ഉമ്മറത്താകുമ്പോൾ ആരും ഇങ്ങനെ കട്ടൻ നീക്കി നാടകം കളിക്കാൻ പറ്റില്ലല്ലോ, നാട്ടുകാർ കാണുമെന്ന് മേടിച്ചിട്ട്. അതുകൊണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് വെട്ടാന്ന് കരുതി. എന്നാ ശരി, വെട്ട്. ഇതെന്താ നിന്റെ കയ്യിൽ? അരി വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതായിരിക്കും അല്ലേ? എന്താ വേണം? നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? വിഷമിക്കണ്ടടാ. ഇവിടെ നടക്കും, നീ ശ്രമിക്ക്. ഇന്ന് തന്നെ നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. നിനക്ക് എന്നെ മനസ്സിലാവുള്ളൂ കൂട്ടുകാരാ. എനിക്ക് എന്നെ മനസ്സിലാവും മുത്തേ. നീ ചെല്ല്. ഓൾ ദി ബെസ്റ്റ്. ഈശ്വരാ. പിന്നെ എന്താടാ? എന്തെങ്കിലും നടക്കാൻ പോകുമ്പോ ഇടയ്ക്ക് വന്ന കുന്നളയും പന്നി തന്നെയാണ്. ഞാൻ വരൂല. അതെ, എന്തെങ്കിലും നടക്കാൻ പോവാണെങ്കിൽ വാതിലടക്കണം. ഓഫ് കോഴ്സ്. എല്ലാം ക്ലോസ് ആക്കിയ? എന്താടാ? എടാ, നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാൻ നോക്കുമ്പോൾ അവർ നമ്മൾ അവോയ്ഡ് ചെയ്താൽ അത് വർക്കാവില്ലല്ലോ. അതെ, നമ്മൾ അവരോട് മുഖത്ത് നോക്കി എന്തെങ്കിലും കട്ടയ്ക്ക് പറഞ്ഞാൽ അവർക്ക് വിഷമാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരോടൊന്നും പറയാതിരിക്കുന്നത് നമ്മുടെ കടമയല്ലേ? കറക്റ്റ്. ഞാൻ പറഞ്ഞത് നീ പറഞ്ഞത് അവൾ പറഞ്ഞതെന്ന് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നീ പറഞ്ഞത് മാത്രമാണ് ശരിയാണെന്ന് തോന്നിയാൽ അവൾ പറഞ്ഞത് ശരിയാണെന്ന് തോന്നില്ലല്ലോ. എന്ത്? നീ എന്ത് പണ്ടാരാടാ പറഞ്ഞു? എടാ, ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ആലോചിക്കാം. അതിനാണ് ആടാ, നീ പറഞ്ഞ പോലെ ഒറ്റ ഡയലോഗ് നിർത്താമെന്നാണ് വിചാരിച്ചത്.
പക്ഷെ നമ്മൾ വിചാരിക്കും പോലെ ഒന്നും അല്ലടാ, അവൾ നല്ല കൂളാണ്. അത് നമ്മളെ കേട്ടിട്ടില്ലേ, ഗേൾ ഫ്രണ്ട് ആണെങ്കിലും ഫ്രണ്ട്സിനെ പോലെ കൂളാണെങ്കിൽ അടിപൊളിയാവുമെന്ന് കേട്ടിട്ടില്ലേ? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ആടാ, ഈ അവളോട് സംസാരിക്കുമ്പോഴേ ഒരു പോസിറ്റീവ് വൈബാണ്. മാത്രമല്ല എൻ്റെ അവളുടെ ഐഡിയ ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണെന്ന് തോന്നുന്നുണ്ട്. എടാ, ഞാൻ എന്തിനാണാ നിന്നെ ഇത് മുഴുവൻ പഠിപ്പിച്ചിട്ട് അങ്ങോട്ട് വിട്ടത്? ഞാൻ നിന്നോടൊരു സജഷൻ അല്ലേ ചോദിച്ചോളൂ, നീ ഒരു ഐഡിയ പറഞ്ഞു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ എടുത്തില്ല. എടാ, ഇനി നീ ഐഡിയയും ചോദിച്ചോടാ തെണ്ടി. എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ നിന്നോട് ഐഡിയ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ നീ ഐഡിയ പറയാനായിട്ടില്ല. പോരാ. ആഹാ, അഞ്ചു ഇപ്പൊ വരാവേ. അഞ്ചു അപ്പൊ നീ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചോ? പിന്നെ പൊളിക്കും. ആ, ഞാൻ വിചാരിച്ചു നീ നന്നാകാൻ തീരുമാനിച്ചെന്നാ. അതന്നെ, അവയെ അവിടെ നിറക്കി വിടുന്നവരെ നടക്കില്ല. എടാ, നിനക്കിങ്ങനെ ശ്വാസം മുട്ടാനും മാത്രം ആ വീട്ടിൽ എന്താ നടന്നത്? നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നില്ല. അവയ്ക്ക് അന്നും ഇന്നും ഓരോ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ സാമും കൂടി ഈ പരിപാടിയായിട്ട് തുടങ്ങിയ എന്താ, ആ വീട്ടിൽ ഒരംഗം കൂടെ കൂടും, അത്രയല്ലേ ഉള്ളൂ. നിങ്ങളോടൊക്കെ ഇത് പറയാൻ വന്ന എന്നെ വേണം പറയാൻ. എടാ, നീ ഒന്ന് സമാധാനപ്പെട്. എൻ്റെ സമാധാനം മൊത്തം പോയി ചേട്ടാ. കൂട്ടുകാരൊക്കെ ഓരോരുത്തരായി നന്നാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒറ്റപ്പെട്ടു പോയില്ലേ. മീനാക്ഷി വന്നപ്പോൾ തന്നെ അവയ്ക്ക് ചെറുതായിട്ട് പിശുക്ക് തുടങ്ങി. അത് പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ഇനി സാമിന് എന്തൊക്കെ മാറ്റം വരുന്നു വിചാരിച്ചിട്ടാണ്. അയ്യോ, നല്ല വളവിട്ട് ഭാമന വളർത്തേണ്ട നിന്റെ തലയിൽ ഇങ്ങനെ കോർപ്പറേഷൻ വേസ്റ്റ് കയറ്റി ചീക്കാടാ. അവിനാഷിനെയും സാമിനെയും എനിക്കറിയാവുന്നതല്ലേ? അല്ല, നിന്നോട് ഞാൻ എന്തിനാ പറഞ്ഞത്, നിനക്കറിയാമല്ലോ. അവരെല്ലാത്തിനും കൂടെ നിൽക്കുന്നില്ലേ? പ്രത്യേകിച്ച് നിൻ്റെ ആ കൂട്ടുകാരൻ മഹാനുഭാവം വന്നപ്പോൾ അവർ കട്ടയ്ക്ക് കൂടെ നിന്നല്ലേ? ചേട്ടാ, അത് വേറൊരു തരം സപ്പോർട്ട്. ഇതിപ്പോൾ എങ്ങനെ പറയാ ചേട്ടൻ, ടൈറ്റാനിക് സിനിമ കണ്ടിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനല്ലേ എനിക്ക് ചിത്രരചനയിലൊക്കെ കമ്പം വന്നത്. അയ്യ, ആ കപ്പലിലേക്ക് നായകൻ ആദ്യം കയറുമ്പോൾ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നോ? ആ, എന്നിട്ടും കപ്പൽ മുങ്ങുമ്പോൾ നായകൻ രക്ഷിക്കുന്ന ആരെയാ? ആഞ്ജനേയ ജോലിയെ. ആഞ്ജനേയ, കേറ്റ് വിൻസ്ലെറ്റിനെ. ആരാണല്ലോ എൻ്റെ മദാമയല്ലേ? ആ, അതാണ്. എന്നിട്ട് ആ കൂട്ടുകാരൻ എന്ത് പറ്റി? കപ്പലിൻ്റെ മറ്റേ കുഴൽ അവൻ്റെ തലയിൽ വീണവൻ ചത്ത്. നീ പറഞ്ഞു വരുന്നത് നിന്റെ വീട്ടിലെ നായകന്മാർക്ക് പ്രണയം തോന്നിയാൽ ടൈറ്റാനിക്കിലെ കൂട്ടുകാരനെ പോലെ തന്നെ ആവും നിന്റെ ഗതിയും എന്നാണല്ലേ? ഇപ്പോഴാണ് ചേട്ടൊരു കാര്യം മനസ്സിലായത്. എടാ പോടാ മ്ലേച്ചാ, നീ ഇങ്ങനെയാണ് ആൺകുട്ടികളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് മണപ്പിച്ച ഉടനെ കൂടെ പോകുന്നു കൂട്ടുകാരെ വിട്ടിട്ട്. എടാ, നീ കിടക്കുന്നേ നല്ല ഉശിരുള്ള ആൺകുട്ടികളുടെ കൂടെയാ. അപ്പം മേടിക്കാനില്ലല്ലേ? ഇത് പ്രീതി ചേച്ചി. ഹലോ പ്രീതി, ഞാൻ പ്രീതിയുടെ കാര്യം ഇപ്പോൾ ഒരാളിനോട് പറഞ്ഞേ ഉള്ളൂ. അതല്ല, പ്രീതിയുടെ കൃത്യനിഷ്ഠയും സത്യസന്ധതയും അതൊക്കെ ആണോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ജോസഫേട്ടാ, എന്നൊന്ന് ബസ് സ്റ്റാൻഡിൽ വിടും. നിനക്ക് ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധയില്ല കേട്ടോ. നീ നടന്ന് പോ. പ്രീതിക്ക് ലുലു ഒന്ന് മിക്സി മേടിക്കാൻ പോവാം. യൂട്യൂബ് ജോസഫേട്ടാ. എടാ 11:30 ഷോ, നീ റെഡി ആവുന്നില്ലേ? അളിയാ, നീ എനിക്കും ബുക്ക് ചെയ്തിരുന്ന? ഞാനിപ്പോൾ റെഡിയാവും. നീ എവിടെ വരുന്നു? സിനിമയ്ക്ക്. അതിന് ഞാൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളൂ. ഞാനും മീനാക്ഷിയാണ് പോകുന്നത്. അല്ലെങ്കിൽ ഈ സിനിമ DAG കണ്ടിട്ട് എന്തിനാ, ലവ് സ്റ്റോറി അല്ലേ? അതെ. അവി, ഞാൻ പെട്ടെന്ന് റെഡി ആവാം, എന്നിട്ട് പോവേ. ഞാൻ പോയി റെഡി ഞാനും പോയി റെഡി ആവട്ടെ. അതെ, വരുന്ന വഴിക്ക് ഡിന്നർ എവിടെ നിന്ന് കഴിക്കണം? ഓ, അതൊക്കെ അവയുടെ ഇഷ്ടം. ലക്കി, എവിടെയാടി? ഒന്നുമില്ല. ഹലോ. ഹായ്. എടാ, ലക്കി പോയപ്പോ ഈ മുറിയിൽ ഭയങ്കര മൂകതയല്ലേ? ഇന്നലെ ഞാൻ അവളെ വിളിച്ച് വിളിച്ച് ഫോൺ ചെവിയിൽ വെച്ച് അങ്ങനെ ഉറങ്ങിപ്പോയി. അങ്ങനെയോ? അയ്യോ, അങ്ങനെയൊന്നും ഉറങ്ങാൻ പാടില്ല. എടി, ഈ ഫോണിലെ വൈബ്രേഷൻസ് ഒക്കെ എന്ത് ഡാമേജിങ് ആണെന്നറിയോ ബ്രെയിന്? പക്ഷേ നീ കിടക്കുമ്പോൾ ഇവിടെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ വേണം. അത് ഇന്നലെ മാത്രത്തെ കാര്യാ. എന്നാലും സൂക്ഷിക്കണം. അവി കിടക്കണില്ലേ? അവിക്ക് നാളെ ഷൂട്ടുള്ളല്ലേ? ആ, കിടക്കണം കിടക്കണം. ഞാനിങ്ങനെ ഇരുന്നപ്പോ അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, ലക്കി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ലക്കി ഉള്ളപ്പോ ഞാൻ ലക്കി കെട്ടിപ്പിടിച്ച കിടക്കാറ്. ഇപ്പൊ ഞാൻ എന്താ ദീപില്ലോനെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഈ പില്ലോയോ? ആ.
ഇതിനെ കെട്ടിപ്പിടിക്കാൻ ഒരു സുഖമില്ലല്ലോ. അതുമല്ലടാ ഇതിലൊക്കെ ഉണ്ടാവും, പൊടിയൊക്കെ ഉണ്ടാവും. ഈ പൊടിയൊക്കെ നിന്റെ ശ്വാസകോശത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്ത് ഡാമേജിങ് ആണെന്നറിയോ? അവി ഇതവിടെ വെക്ക്. എടാ എന്നാ നിനക്ക് വേറെ എന്തെങ്കിലും കെട്ടിപ്പിടിച്ച് കിടന്നൂടെ? അങ്ങനെ വേറൊന്നും ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിലല്ലേ. അവി ഒന്ന് മാറി, ഞാൻ ഒന്ന് ബാത്റൂം പോട്ടെ. പോ. അവി അവി എന്താ മീനു? അവിയുടെ ഫോണിന്റെ ചാർജർ ഫ്രീ ആണോ? ആ എന്റെ മുറിയിലുണ്ടാവുമല്ലോ. ഞാൻ നാളെ തന്നാ പോരെ, എന്റെ ഫോണിലൊട്ടും ചാർജ് ഇല്ല. മതി എടുത്തോളൂ. എന്നാ ഗുഡ് നൈറ്റ്, ഞാൻ കിടക്കാൻ പോവാണേ. ബൈ. ആ. അവി 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 എന്ത് പറ്റി അവി മീനു? എനിക്ക് പേടിയാവുന്നു. ഈ ഞാനുള്ളപ്പോഴോ? വാ. അവി വാ. ആ. അവി അവി പോവല്ലേ. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടില്ല. ഫോണൊന്നും ചാർജ് ചെയ്യാൻ വേണ്ടി കയറിയോ? ഓ ആണല്ലേ. എടാ ഞാൻ ഇവിടെ ഒരു പരിപാടി ഒപ്പിക്കും. മീനാക്ഷി ചെറുതായിട്ടൊന്ന് ഒച്ചെടുക്കും. പക്ഷെ നീ ഒന്നും അറിയാത്തവർ ഇവിടെ തന്നെ ഇരുന്നോളാം, അങ്ങോട്ട് വരവേ ചെയ്യരുത്. ഓക്കെ? നീ എന്താ ചെയ്യാൻ പോണെ? ഒന്നുമില്ലടാ, ചുമ്മാ. അവിയോ? അല്ലടി മായാവി, എന്തൊരു ചവിട്ടാടിത്. അവി എന്താ ഇവിടെ? അതെ, എനിക്ക് നടുവേന വന്നിട്ട് അമൃതാഞ്ചൻ നോക്കി വന്നതാ. അമൃതാഞ്ചൻ ഉണ്ടോ? എന്താടാ, എന്ത് പറ്റി? ഇവിടെ നിന്നോട് ഞാൻ മീനുണ്ട് ഒച്ചോട്ടാ പറഞ്ഞോന്നല്ലേ പറഞ്ഞേ? അമൃതാഞ്ചൻ സത്യം പറയടാ, നീ എന്തൊപ്പിക്കാൻ പോയതാ? ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പോയതാ. എന്നിട്ട് സർപ്രൈസ് കിട്ടിയത് നിനക്കാണല്ലോ. അതെന്റെ സർപ്രൈസ് അവൾക്ക് മനസ്സിലായില്ല. ആ, അത് മനസ്സിലാവണം. ഒരു സെക്കൻഡ്. ഇത്തിരി അമൃതാഞ്ചൻ. ഇത് നിനക്ക് നടുവിനല്ലേ വേദന? എന്റെ അമ്മ ഒന്ന് ചുമ്മാ തേച്ചൂടെ? ആ, എന്നാ പിന്നെ തേച്ചോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, എനിക്കൊരു ഡെലിവറി ഉണ്ട്. ഓക്കെ, അപ്പൊ സീ. പോന്നെങ്കി പോടാ. അവി നല്ല നടുവേനുണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യേ, ഇന്ന് ആ സോഫയിൽ കിടക്കണ്ട, വാ നീ എന്റെ റൂമിൽ കിടന്നോ. ആ ശരിയാ, ആ റൂമില് ബെഡിൽ കിടന്നാല് നടുവേന മാറുന്ന് സാം ഇപ്പൊ പറഞ്ഞുള്ളൂ. അന്ന് ലക്കിക്ക് അങ്ങനല്ലേ മാറിയേ? അതെ, നീ വാ. പതുക്കെ എനിക്ക്. മീനും എങ്ങനെയാണെന്നാണോ ഉറങ്ങാറ്? അങ്ങനെയൊന്നുമില്ല. ഇത് ചരിഞ്ഞു വേണം കിടന്നുറങ്ങാന്ന സ്വാമി ഹിമാലയന്റെ പറഞ്ഞിട്ടുള്ളത്. എന്നാ ശരി, ഇങ്ങനെ കിടക്കാം.
മീനു, നിനക്ക് പനി എന്തെങ്കിലും ഉണ്ടോ? ചെറിയൊരു വരൾച്ച പോലെ. ഹേയ് അവിക്ക് തോന്നണതാ. ഇല്ല, കുറച്ച് ചൂടുണ്ടല്ലോ. അവി എന്താ പരിപാടി? ഒന്നുമില്ല. ഞാൻ അതൊക്കെ ശ്രദ്ധിക്കണില്ലേ വിചാരിക്കണ്ടോ? ഇത്ര സെക്കൻഡിലൊന്നും നിനക്ക് കാര്യം പിടിയിട്ടെങ്കിലേ നിനക്ക് ബുദ്ധിയില്ലാണ്ടായിരിക്കും. അല്ല അവി അവി ഒന്ന് തിരിഞ്ഞോളാം. അവിക്ക് എന്താ വേണ്ടത്? നിനക്കറിയില്ല എന്താ വേണ്ടതെന്ന്. എന്ത് എന്ത്? അത് DIG ആയിരിക്കും. അവനെപ്പോ വന്നു? ഞാൻ നോക്കിയില്ല. പോട്ടെ, നീങ്ങുവാ. പ്രണയകുരുക്കിൽപ്പെട്ട് വഞ്ചിതയായ കൊച്ചിയിൽ നിന്നുള്ള 27 വയസ്സുകാരിയെ ആത്മഹത്യാ ശ്രമത്തിനിടെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചുമ്മാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് നോക്കട്ടെ. മറ്റൊരു പെൺകുട്ടിയെ കൂടി അത്യാസന്ന നിലയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളരെ കാലങ്ങളായി പ്രണയത്തിലായിരുന്ന ഇവർ കാമുകന്റെ ഒപ്പം അയാളുടെ താമസ സ്ഥലത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട വീഡിയോ ആണ് ഈയിടെ ഓൺലൈൻ പ്രചരിച്ചിരുന്നത്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാനിടയായ സാഹചര്യത്തെപ്പറ്റി സൈബർ സെൽ അന്വേഷിച്ചു വരികയാണ്. ഈ സംഭവത്തിന് ശേഷം അപ്രത്യക്ഷനായ കാമുകനെ കണ്ടെത്താൻ കഴിയാത്തതും ആത്മഹത്യാ ശ്രമത്തിന് പ്രേരണയായി. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് കാമുകൻ തന്നെയാണോ എന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കാരണം പോലീസിന്റെ അനാസ്ഥയാണെന്ന് വനിതാ കമ്മീഷൻ ആരോപിച്ചു. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്.